ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് നമ്മുടെ ഒരു അവസ്ഥ കൊണ്ടാണ്. നമ്മൾ മാർച്ച് 25-ന് നമ്മൾ ഫാമിലിയായിട്ട് നാട്ടിൽ പോയി. എത്തിഹാദ് എയർവേസ് ത്രൂ ആണ് ടിക്കറ്റൊക്കെ എടുത്തത്. അപ്പോൾ നമ്മൾ ഏജൻസി ത്രൂ ആണ് ടിക്കറ്റ് എടുത്തത്, കാരണം ഒറ്റയടിക്ക് പൈസ ഒന്നും അടയ്ക്കാനില്ലാത്തതുകൊണ്ട്. അപ്പോൾ നമ്മൾ ഓൾറെഡി 4 പേര് നാട്ടിലോട്ട് പോകാൻ ഏകദേശം 3000 പൗണ്ട്, അതായത് 3 lakhs ഇന്ത്യൻ റുപ്പീസായി. തിരിച്ചു വരുമ്പം അമ്മയും കൂടെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മയ്ക്ക് വിസയൊക്കെ പിന്നീടാണായത്. അപ്പോൾ ആ സമയത്ത് എടുത്തപ്പോൾ അമ്മയുടെ ടിക്കറ്റിന് ഓൾമോസ്റ്റ് 1000 പൗണ്ട്, അതായത് 1 lakh ഇന്ത്യൻ റുപ്പീസായി. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ 17-ാം തീയതിയാണ് തിരിച്ചു വരാനിരുന്നത്. അപ്പോൾ 17-ാം തീയതി നമ്മുടെ ഫ്ലൈറ്റ് എന്ന് പറയുന്നത് എത്തിഹാദാണ് നമ്മൾ പോയത്. അപ്പോൾ എത്തിഹാദ് ലണ്ടൻ ടു അബുദാബി, അബുദാബി ടു ട്രിവാൻഡ്രം ആയിരുന്നു. തിരിച്ച് ട്രിവാൻഡ്രം അബുദാബി, അങ്ങനെ അബുദാബി ടു ലണ്ടൻ. അങ്ങനെ 17-ാം തീയതി രാവിലെ 10 മണിക്കായിരുന്നു നമ്മുടെ ഫ്ലൈറ്റ്. അപ്പോൾ നമ്മൾ ട്രിവാൻഡ്രം എത്തിയപ്പോഴാണ് നമ്മുടെ എല്ലാവർക്കും അറിയാമല്ലോ, ഇപ്പം UAE-ലും ദുബായിലൊക്കെ മഴയായിരുന്നു. അപ്പോൾ മഴ കാരണം വെതർ കണ്ടീഷൻ കൊണ്ട് നമ്മുടെ ഫ്ലൈറ്റ് 10 എന്നുള്ളത് 11:45 അപ്പോൾ ഫ്ലൈറ്റ് എടുത്തപ്പോഴത്തേക്ക് 12 മണിയായി. അങ്ങനെ 12 മണിക്ക് എത്തി. ശരിക്കും നമുക്ക് അബുദാബിയിൽ നിന്നുള്ള ഫ്ലൈറ്റ്, നമ്മൾ അബുദാബിയിൽ 12:40 ചെല്ലും. അവിടെ നിന്നുള്ള ഫ്ലൈറ്റ് 2 മണിക്കായിരുന്നു. അപ്പോൾ നമ്മൾ ചെന്നപ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് 2 hour ലേറ്റായ കാരണം അപ്പോൾ അത് 2 മണി കഴിഞ്ഞ് നമ്മൾ ചെന്നപ്പം. അപ്പോൾ ഫ്ലൈറ്റിൽ വെച്ച് ഇവർ തന്ന മിസ്കമ്മ്യൂണിക്കേഷൻ എന്ന് വെച്ചാൽ ഇവർ പറഞ്ഞ് നിങ്ങളൊന്നും പേടിക്കണ്ട, എത്തിഹാദിൻ്റെ ഫ്ലൈറ്റ് ആയതുകൊണ്ട് അവർ വെയിറ്റ് ചെയ്യും, നിങ്ങൾ ഇറങ്ങി നേരെ പോയാൽ മതി, ഇവിടെ ആൾ കാണുമെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ നമ്മളിറങ്ങി. അപ്പം അവിടെ ആരെയും കണ്ടില്ല. നമ്മൾ നേരെ സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞ് വെയിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞ കാരണം നമ്മൾ ഗേറ്റ് നോക്കി ഓടി. അതായത് ഞാനും വൈഫും 2 പിള്ളേരും പ്രായ അമ്മയുണ്ട്. അപ്പോൾ നമ്മൾ ഓടി ഗേറ്റിൻ്റെ അവിടെ ചെന്നപ്പോൾ ഗേറ്റിൻ്റെ അവിടെ ആരെയും കാണുന്നില്ല. അപ്പോൾ മനസ്സിലായി ഫ്ലൈറ്റ് പോയെന്ന്. അപ്പോൾ തിരിച്ച് വന്നപ്പോൾ ഇതുപോലെ നമ്മൾ മാത്രമല്ല, ഒരുപാട് പേര് ഇത് സെയിം സിറ്റുവേഷനിലുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടെ തിരിച്ച് വന്നു. ട്രാൻസ്ഫർ ഡെസ്കിൽ ചെന്നപ്പം എത്തിഹാദിൻ്റെ 1-2 സ്റ്റാഫുകളെ നിൽക്കുകയാണ്. അപ്പോൾ അവർ ഓൾറെഡി നമുക്കൊരു പുതിയ ബോർഡിംഗ് പാസും ഫുഡ് വൗച്ചർ, അതായത് ലഞ്ചും ഡിന്നറും ഉള്ള ഫുഡ് വൗച്ചറുമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് തന്നെ ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ 2 മണിക്ക് പോകേണ്ടതായിരുന്നു, അതായത് ആഫ്റ്റർനൂൺ 2 മണിക്ക് പോകേണ്ടതാണ്. ഈവനിങ് 6 o'clock ലണ്ടൻ എത്തേണ്ടതാണ്. അപ്പോൾ നമുക്ക് തന്ന ടിക്കറ്റ് എന്ന് പറയുന്നത് 2 o'clock അല്ല, ഈവനിങ് 6 o'clock അല്ല, നെക്സ്റ്റ് ഡേ ഏർലി മോർണിംഗ് 3 o'clock, അതായത് 13 hours നമ്മൾ വെയിറ്റ് ചെയ്യണം. അതും കണക്ഷൻ ഫ്ലൈറ്റ്, വിയന്ന കണക്ട് ചെയ്ത് വിയന്നയിൽ നിന്ന് അടുത്ത ഫ്ലൈറ്റ് എടുത്തിട്ട് ലണ്ടന്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ ഡയറക്റ്റ് ഫ്ലൈറ്റാണ് ബുക്ക് ചെയ്തിരുന്നത്, എനിക്ക് ഡയറക്റ്റ് തരണം, കാരണം കുട്ടികളുണ്ട്, പ്രായ അമ്മയുണ്ട്. അവർ പറഞ്ഞില്ല, വേറെ തരാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ബോർഡിംഗ് പാസ് ചെക്ക് ചെയ്തപ്പം നമ്മൾ 3 o'clock അബുദാബിയിൽ നിന്ന് കയറി കഴിഞ്ഞാൽ പിന്നെ വിയന്നയിൽ 7:05 എത്തും, 7:50 അടുത്ത ഫ്ലൈറ്റ്. അപ്പോൾ തന്നെ ഞങ്ങൾ പറഞ്ഞു, ഇത് ഓൾറെഡി ഒരു ഫ്ലൈറ്റ് മിസ്സായി, അപ്പോൾ ഇതും ടൈം അധികമില്ല, മിസ്സാവാൻ ചാൻസ് ഉണ്ട്, എങ്ങനെ മാനേജ് ചെയ്തെന്ന് ചോദിച്ചാൽ ഒരു കുഴപ്പമില്ല, ചെറിയ എയർപോർട്ടാണ്, ജസ്റ്റ് ട്രാൻസിറ്റേ ഉള്ളൂ, ഒരു കുഴപ്പവും വരത്തില്ല, നമ്മുടെ തന്നെ ഫ്ലൈറ്റാണ്, വെയിറ്റ് ചെയ്യുന്നൊക്കെയാണ് അവർ പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ 13 hours അവിടെ വെയിറ്റ് ചെയ്തു. അപ്പോൾ നമ്മളോട് അവർ ഓരോ ഓപ്ഷൻസും പറഞ്ഞില്ല. അതായത് നമുക്ക് വേണമെങ്കിൽ പുറത്ത് പോകാം. പിന്നീട് ഞാൻ ചോദിച്ചു പുറത്ത് പോകാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോഴാണ് അവർ പറഞ്ഞത്, ഞങ്ങൾക്ക് 4 പേർക്കും വേണേൽ പുറത്ത് പോകാം, കാരണം ഞങ്ങൾക്ക് 4 പേർക്കും ബ്രിട്ടീഷ് പാസ്പോർട്ട് ആയതുകൊണ്ട് പുറത്ത് പോകാം, അവർ വേണേൽ ഹോട്ടലിൽ തരാമെന്ന് പറഞ്ഞു. പക്ഷേ അമ്മ ഇന്ത്യൻ പാസ്പോർട്ട് ആയതുകൊണ്ട് അമ്മയ്ക്ക് പോകാൻ പറ്റത്തില്ല. അപ്പം അമ്മയ്ക്ക് വിസ എടുക്കാൻ ഓപ്ഷനുണ്ട്, അതവർ അന്നേരം പറഞ്ഞില്ല. പിന്നീട് ഞാൻ ചെന്ന് ചോദിച്ചപ്പോഴാണ് അത് പറഞ്ഞാൽ ഓക്കെ അങ്ങനെ ഓപ്ഷനുണ്ട്, പക്ഷേ 6 hours 7 hours എടുക്കും, ലേറ്റാകും എന്നൊക്കെ പറഞ്ഞ കാരണം പിന്നെ നമ്മളതിന് കൊടുത്തില്ല. കാരണം ഓൾറെഡി 3-4 hours അപ്പോൾ കഴിഞ്ഞു. പിന്നെ കൊടുത്തിട്ട് ഞാനപ്പോൾ അവരോട് ചോദിച്ചു, ഇൻ കേസ് വിസ പോകുന്നതിനകത്ത് അടിച്ചില്ലെങ്കിൽ നമ്മൾ ട്രാവലിംഗ് ടൈം ആകുമ്പം പാസ്പോർട്ട് കിട്ടുമെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞാൽ ചിലപ്പോൾ കിട്ടത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അത് കാരണം നമ്മൾ വിസ അടിക്കാനൊന്നും കൊടുത്തില്ല. അങ്ങനെ 13 hours നമ്മൾ ഈ പൊടിപ്പിള്ളാരെയും വെച്ചുകൊണ്ട് ആ എയർപോർട്ടിലിരിക്കാന്ന് പറഞ്ഞാൽ, അത് പിള്ളേർ അറിയാമല്ലോ, എൻ്റെ ഇളയവനെന്ന് പറഞ്ഞാൽ 4.5 വയസ്സേ ഉള്ളൂ. അപ്പോൾ അവനെ മാനേജ് ചെയ്യുന്ന ഇച്ചിരി പാടാണ്. അവർ കിടക്കാൻ സ്ഥലമില്ല, ജസ്റ്റ് ചെയറിലിരിക്കണം. പിന്നെ ഫുഡ് മാത്രം വൗച്ചറുണ്ട്, വെള്ളം അങ്ങനെ എന്തെങ്കിലും കുടിക്കണമെങ്കിൽ നമ്മൾ പൈസ കൊടുത്ത് മേടിക്കണം, ചായ കോഫി എല്ലാം. അതും ചുമ്മാ ഒരു ചെയറിൽ 13 മണിക്കൂർ ഇരിക്കാമെന്ന് പറയുമ്പം ഉള്ള ബുദ്ധിമുട്ടറിയാമല്ലോ നമ്മൾ. അങ്ങനെ കുറേ പിള്ളേരെ കൊണ്ട് നമ്മൾ കുറേ കഷ്ടപ്പെട്ടു. അങ്ങനെ 13 മണിക്കൂർ കഴിച്ചു കൂട്ടി. അപ്പോൾ ഇതിനിടയ്ക്ക് ഞാൻ വീണ്ടും സംസാരിക്കാൻ പോയി, ഇൻ കേസ് നിങ്ങൾക്ക് എത്തിഹാദിൻ്റെ ലോഞ്ച് ഒന്ന് അറേഞ്ച് ചെയ്ത് തരാൻ പറ്റുമെന്ന്, അറ്റ്ലീസ്റ്റ് നമുക്ക് കുറച്ചൊന്ന് നടു നിർത്തിയിരിക്കുകയോ എന്തെങ്കിലും ചെയ്യാനായിട്ട്. അപ്പം ആദ്യം സംസാരിച്ച സ്റ്റാഫ് ആദ്യം എന്നോട് ഡീൽ ചെയ്തൊരു തമിഴ് സ്റ്റാഫായിരുന്നു. പുള്ളിയാണ് പറഞ്ഞത്, ഇതുപോലെ വിസയ്ക്ക് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ലേറ്റാവും, അങ്ങനെയാണ് ഇങ്ങനെയാണ്, വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. പുള്ളി പറഞ്ഞാൽ ഇതുപോലെ നോക്കാം, ലോഞ്ച് വേണമെങ്കിൽ തരാം, പക്ഷേ അവിടെ വലിയ സൗകര്യമൊന്നുമില്ലെന്നൊക്കെ പറഞ്ഞു. പിന്നീടാണ് ഞാൻ ലോഞ്ചിന് വേണ്ടി ചെന്നത്. അപ്പോഴത്തേക്കും അവരില്ലായിരുന്നു, വേറൊരു സ്റ്റാഫായിരുന്നു, അറബിക് സ്റ്റാഫായിരുന്നു. അപ്പോൾ അവരോട് കാര്യം പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ചോദിക്കട്ടെ എന്ന് പറഞ്ഞു പോയി. സീനിയറിനോട് അവരോട് ചോദിച്ചിട്ട് വന്നിട്ട് പറഞ്ഞു, അയ്യോ അങ്ങനെ ഇല്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞ നേരത്തെ ഇനി സ്റ്റാഫ് പറഞ്ഞായിരുന്നു ഹോട്ടലിൽ തരാൻ പറ്റും, അല്ലെങ്കിൽ ലോഞ്ച് വേണേൽ പറ്റും എന്ന് പറഞ്ഞതെന്ന് പറഞ്ഞു. അപ്പോൾ വീണ്ടും ചോദിക്കട്ടെ എന്ന് പറഞ്ഞു. എന്നിട്ട് ടീം ലീഡ് എന്തോ സലീൽ എന്ന് പറഞ്ഞ ആളാണ്, പുള്ളി
പറ്റില്ലെന്ന് പറഞ്ഞത്. അപ്പം ഇത് നിൽക്കുന്നു വേണമെങ്കിൽ സംസാരിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ചെന്ന് സംസാരിച്ചല്ലോ, കൊച്ചു കുട്ടികളാണ് ഇങ്ങനെയെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അമ്മയ്ക്ക് വിസ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പുറത്ത് പോകാം, പക്ഷേ 6 hour എടുക്കാം, ചിലപ്പോൾ 1 hour എടുക്കാം. അപ്പോൾ എന്നെ കുറേ പേരെ കാണിച്ചു, കുറേ പേര് വന്ന് വെയിറ്റ് ചെയ്യണം. അവരെല്ലാം 6 hour 7 hours ഒക്കെ ആയവരാണ്, അവർക്ക് ഇതൊരു വിസ കിട്ടിയിട്ടില്ല. അപ്പോൾ പിന്നെ നമ്മൾ വെച്ചിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ വെച്ച് ഓക്കെ എന്തോ ആവട്ടെ, 13 hours അങ്ങനെ കഴിച്ചു കൂട്ടി ഫ്ലൈറ്റിന് കയറി വിയന്ന എത്തി. വിയന്ന എത്തുമ്പോൾ തന്നെ ഫ്ലൈറ്റിൽ അനൗൺസ്മെൻറ്റ് വന്നു, ഫ്ലൈറ്റ് 7:05 വരേണ്ട 7:30 വരത്തുള്ളൂ. നമ്മൾ ഫ്ലൈറ്റ് 7:50 ആണ്. അപ്പോൾ ഞാൻ അതിലുള്ള സ്റ്റാഫിനോട് അപ്പോൾ തന്നെ സംസാരിച്ചു. അപ്പോൾ എത്തിഹാദ് സ്റ്റാഫ് പറഞ്ഞ് ഒന്നും പേടിക്കണ്ട, മാനേജറോട് പറയാം, മാനേജർ എയർപോർട്ടിൽ വിളിച്ചിട്ട് അവിടുത്തെ സ്റ്റാഫോട് സംസാരിക്കുക, അപ്പോൾ അവർ വെയിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കുറേ തവണ വീണ്ടും ചോദിച്ചു, അപ്പോൾ സംസാരിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇറങ്ങാമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അത് സംസാരിച്ചു. അപ്പോൾ നിങ്ങൾ നേരിട്ട് അവിടെ ചെന്ന് എയർലൈൻ സ്റ്റാഫിനോട് സംസാരിച്ചാൽ മതി, കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഓടിപ്പിടിച്ച് വരുമ്പോൾ ക്യൂ ഒക്കെ അറിയാമല്ലോ. അപ്പോൾ ക്യൂവിലൊക്കെ നമ്മൾ ഇപ്പോൾ തന്നെ ഫ്ലൈറ്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ ഒരു വിധത്തിൽ നമ്മൾ തന്നെ ചാടി കയറി സെക്യൂരിറ്റി ചെക്ക്. ഇത് ചെറിയ എയർപോർട്ടാണ്, അപ്പോൾ സെക്യൂരിറ്റി ചെക്ക് എന്ന് പറഞ്ഞാൽ ഒരു ലൈനേ ഉള്ളൂ. അബുദാബിയിലേക്കെന്ന് പറഞ്ഞാൽ 3, 4, 5, 6 ലൈനൊക്കെ ചിലപ്പോൾ കാണും. അപ്പോൾ ഇവിടെ നിന്ന് കഴിയും. അപ്പോൾ ഒരു ലൈനിൽ തന്നെ നമ്മൾ സംസാരിച്ച് നമ്മൾ ഏറ്റവും മുമ്പിൽ പോയി സെക്യൂരിറ്റി ചെക്കൊക്കെ ചെയ്ത് വന്നപ്പോഴത്തേക്കും നമ്മുടെ ലണ്ടനിലുള്ള ഫ്ലൈറ്റ് പോയി. അങ്ങനെ നമ്മൾ നേരെ വന്ന ട്രാൻസ്ഫർ ഡെസ്ക്, അതായത് ഇവിടെ ഓസ്ട്രിയൻ ഫ്ലൈറ്റ് എയർലൈൻസാണ്. അപ്പോൾ അവരോട് സംസാരിച്ചു. അപ്പോൾ ഞങ്ങൾക്കറിയത്തില്ല, നിങ്ങളുടെ ഫ്ലൈറ്റ് നിങ്ങൾ എത്തിഹാദിൻ്റെയാണ് മിസ്സായപ്പോൾ എത്തിഹാദിനെ വിളിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ പിന്നെ എത്തിഹാദ് എയർലൈൻസ് വിളിച്ചു. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ ഇങ്ങനെയൊക്കെയാണ് സിറ്റുവേഷൻ, നമ്മുടെ ഫ്ലൈറ്റ് ക്യാൻസലായി. ഓൾറെഡി നമ്മൾ 13 hours അബുദാബി എയർപോർട്ടിൽ വെയിറ്റ് ചെയ്തു. കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞാൽ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ പറഞ്ഞു നെക്സ്റ്റ് ഫ്ലൈറ്റ് ഇന്നില്ല, നെക്സ്റ്റ് ഡേ ഉള്ളതെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ ഓൾറെഡി കുറച്ച് പേരെ കണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് 11 o'clock ഫ്ലൈറ്റ് ആയെന്ന് പറഞ്ഞു. പിന്നെ വേറൊരു ആൾ 12 o'clock ആയെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ 12 o'clock ഫ്ലൈറ്റ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. അത് പറഞ്ഞു വീണ്ടും ചെക്ക് ചെയ്യട്ടെന്ന് പറഞ്ഞു. അങ്ങനെ ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു അതിലൊരു ടിക്കറ്റേ ഉള്ളൂ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ അവർ നെക്സ്റ്റ് ഡേ ആണ് ഓപ്ഷൻ പറഞ്ഞത്. നമുക്കും വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് പിന്നെ ചോദിച്ചാൽ എന്തെങ്കിലും ഫെസിലിറ്റീസ് ഹോട്ടൽ, അപ്പോൾ പറഞ്ഞില്ല ഹോട്ടൽ ഒന്നും തരാൻ പറ്റില്ല, ഫുഡ് ഒന്നും തരാൻ പറ്റില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഫ്ലൈറ്റ് ഫുള്ള് നമ്മൾ ഡെസ്റ്റിനേഷൻ എത്തിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫീഡ്ബാക്ക് കൊടുക്കാം, അപ്പോൾ എന്തെങ്കിലും എക്സ്പെൻസ് കിട്ടുമായിരിക്കും എന്ന് പറഞ്ഞു. അപ്പം നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല, കാരണം ഇവിടെ നമുക്ക് വേണേൽ ഇപ്പം ഞങ്ങൾ വിചാരിച്ചു ഇൻ കേസ് പുറത്ത് പോയി നമുക്ക് വേണേൽ ഹോട്ടലെടുക്കാം. പക്ഷേ അമ്മയ്ക്ക് ഇന്ത്യൻ പാസ്പോർട്ട് ആയതുകൊണ്ട് അമ്മയ്ക്ക് പറ്റത്തില്ല. പിന്നെ അമ്മ ആദ്യമായിട്ട് ട്രാവൽ ചെയ്യുകയാണ്, അമ്മയ്ക്ക് ലാംഗ്വേജ് അറിയത്തില്ല. അപ്പോൾ അമ്മ ഒറ്റയ്ക്ക് ഇരുത്തിയിട്ട് നമുക്ക് പോകാനും പറ്റത്തില്ല. അറ്റ്ലീസ്റ്റ് പിള്ളേരെ കൊണ്ട് പുറത്ത് പോയി എവിടെയെങ്കിലും ഉറങ്ങാമെന്ന് വെച്ചാൽ അത് നടക്കത്തില്ല. അങ്ങനെ വീണ്ടും ഓസ്ട്രേലിയൻ ഫ്ലൈറ്റിന് ഇവർ ടിക്കറ്റ് ബുക്ക് ചെയ്ത് തന്നു. നെക്സ്റ്റ് ഡേ മോർണിംഗ്, അതായത് 17th 10 o'clock നമ്മൾ ട്രിവാൻഡ്രത്ത് നിന്ന് കയറി. 18th മോർണിംഗ് ഏർലി മോർണിംഗ് അബുദാബിയിൽ നിന്ന് കയറി. അപ്പം 18th ഇവർ ഫ്ലൈറ്റ് ഇല്ല. 18th മോർണിംഗ് 7:30 നമ്മൾ വിയന്ന എത്തി. അപ്പോൾ 18th ഫ്ലൈറ്റ് ഇല്ല. 19th മോർണിംഗ് 6:50, അതായത് അറൗണ്ട് 7 o'clock ആ ടൈമിനേ ഉള്ളൂ. അതായത് 24 hours നമ്മളിവിടെ തന്നെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഓസ്ട്രിയൻ ഫ്ലൈറ്റിൻ്റെ അവിടെ ചെന്നു. അപ്പോൾ അവർ പറഞ്ഞു അവരാണ് ബോർഡിംഗ് പാസ് തരണം, പിന്നെ നമ്മുടെ ലഗേജൊക്കെ ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ അവർ പറഞ്ഞു ഇന്ന് തന്നെ ബ്രിട്ടീഷ് എയർലൈൻസിൻ്റെ ഫ്ലൈറ്റ്സൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ അവർ ബുക്ക് ചെയ്തതായിട്ടത്. അപ്പം അവർ നമുക്ക് ആ ഒരു ഓപ്ഷൻ പറഞ്ഞില്ല, അവരത് ബുക്ക് ചെയ്തില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു അവരുടെ ലിങ്ക് ഓസ്ട്രിയൻ ഫ്ലൈറ്റ്സായിട്ടാണ്, എനിക്ക് മേ ബി ചീപ്പായിരിക്കാം എന്തോ. അപ്പം അങ്ങനെ നമുക്ക് അത് തന്നില്ല. അപ്പം അങ്ങനെ 24 hours നമ്മൾ ഇവിടെ ഇരിക്കണം. അപ്പോൾ പറഞ്ഞാൽ ഞാൻ ചോദിച്ചു, അപ്പം എത്തിഹാദിനോട് ചോദിച്ചു എന്തെങ്കിലും ലോഞ്ച് ഫെസിലിറ്റി എന്തെങ്കിലും നിങ്ങൾക്ക് അറേഞ്ച് ചെയ്ത് തരാൻ പറ്റുമെന്ന്. പറഞ്ഞല്ലോ ഒന്നും പറ്റില്ല, ഈവൻ ഫുഡ് എവിടെയാണെന്നുള്ളതോ ഒന്നും അവർക്കറിയില്ല, നിങ്ങൾ വേണേൽ കണ്ടുപിടിച്ചോണം എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഈ 2 കുട്ടികളുമൊക്കെ ആയിട്ട് നല്ല ബുദ്ധിമുട്ടായിരുന്നു. നല്ല സുഖം 24 hours നമ്മളൊരു ഇതുപോലെ ചെയറിൽ ഉണ്ടല്ലേ. ഇപ്പോൾ അറ്റ്ലീസ്റ്റ് നമ്മൾ ഇടയ്ക്ക് കുറച്ച് നേരം ഇവിടുത്തെ എയർപോർട്ട് വന്ന് നൈറ്റ് വർക്കിംഗ് അല്ല. അപ്പോൾ ഡേ ടൈമിൽ ലോഞ്ച് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നമ്മൾ പേ ചെയ്യണം, കാരണം അത് ബിസിനസ് ക്ലാസ്സിനും ഗോൾഡ് കാർഡൊക്കെ ഉള്ളവർക്കാണ് അതിൻ്റെ ഫെസിലിറ്റീസ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് 200 pounds അല്ല 244 euro വെച്ച് ഒരാൾക്ക് പേ ചെയ്യണം. കാരണം അറ്റ്ലീസ്റ്റ് ഇങ്ങനെ പുറത്ത് പകലെന്ന് പറയുമ്പോൾ ഇവിടെ നല്ല തിരക്കാണ്. അപ്പോൾ ഈ പിള്ളേരെ കണ്ട് ഇവിടെ ഇരിക്കുക എന്ന് പറയുന്നത് മാനേജ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. ഇപ്പോൾ അറ്റ്ലീസ്റ്റ് തിരക്കൊന്നുമില്ല, എയർപോർട്ടൊക്കെ അടച്ചു, രാത്രി 11 മണി കഴിഞ്ഞു, ഫ്ലൈറ്റ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് വേറെ ആരുമില്ല. അപ്പോൾ നമ്മൾ ലോഞ്ച് എടുത്തു. അപ്പോൾ ലോഞ്ചിൽ അവർ നമ്മുടെ സ്ഥിതി കണ്ടിട്ട് അവർ പറഞ്ഞ് ബ്ലാങ്കറ്റ് നിങ്ങൾ യൂസ് ചെയ്തോ, രാവിലെ തിരിച്ചു കൊടുത്താൽ മതിയെന്ന്. അങ്ങനെ ആ ബ്ലാങ്കറ്റ് പൊഴിച്ച പിള്ളേരും അമ്മയും കിടക്കുകയാണ്, ഞങ്ങളിവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇതാണ് നമ്മുടെ സിറ്റുവേഷൻ. അപ്പം ഇതിനിടയ്ക്ക് എത്തിഹാദിൻ്റെ സ്റ്റാഫ് പറയുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ എന്തിനാണ് എനിക്ക് വിയന്നയുടെ കണക്ഷൻ തന്നെ എനിക്ക് ഡയറക്റ്റ് ഫ്ലൈറ്റ് എന്ന് പറയുന്നത്. പറഞ്ഞു നിങ്ങൾ ടിക്കറ്റ് ഏജൻസി വഴിയാണ് എടുത്തത്, അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ഓപ്ഷൻസ് അങ്ങനെയാണെന്ന്. അപ്പോൾ നമ്മൾ ഏജൻസി വഴി എടുത്തെങ്കിലും നമ്മൾ 3,000 pound നമ്മൾ അടച്ചു 4 പേർക്ക്. അമ്മയുടെ ഒരു ടിക്കറ്റിന് 1,000 pound അടച്ചു. മൊത്തം 4,000 pound നമ്മൾ അടച്ചത്. അപ്പം ഇതാണ് സ്ഥിതി. അപ്പോൾ എല്ലാവരും ഈ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ബ്ലാങ്കറ്റ് എന്ന കാര്യം പറഞ്ഞു.
അപ്പം ഇതാണ്. നിനക്കെന്താ പറയാനുള്ളത്? പറ. അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ വെതർ കണ്ടീഷനൊന്നും നമുക്കൊന്നും ചെയ്യാനൊന്നും പറ്റത്തില്ല. പക്ഷേ നമ്മൾ ഇത്രയും പൈസ കൊടുത്ത് ടിക്കറ്റ് എടുത്തിട്ട് ഞാൻ എടുത്തിരുന്നതെന്ന് പറഞ്ഞാൽ ലണ്ടൻ, അബുദാബി, ട്രിവാൻഡ്രം. അപ്പം ട്രാൻസിറ്റ് ടൈം ഒക്കെ ഏറ്റവും കുറവുള്ള നോക്കിയാണ് നമ്മൾ എടുത്തത്. കാരണം ഈ പിള്ളേരെ കണ്ടൊക്കെ പോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ട്രാൻസിറ്റ് ടൈം കൂടുതലുള്ള ടിക്കറ്റ് ഞാൻ എടുക്കുന്ന സമയത്തിന് അവൈലബിൾ ആയിരുന്നു. അപ്പോൾ പൈസ കുറവായിരുന്നു. നമ്മളെടുത്തത് ഈ കുട്ടികളെ കണ്ട് പോകുമ്പം ഏറ്റവും പിന്നെ തിരിച്ച് അമ്മയും കണ്ടും വരുമ്പം ഏറ്റവും കംഫർട്ടബിളായിട്ടുള്ള രീതിയിൽ വരാൻ വേണ്ടിയിട്ടാണ്. കാരണം കുട്ടികൾക്കറിയാം അതിൻ്റെ ബുദ്ധിമുട്ട്. അപ്പം നമുക്കവർ തിരിച്ചൊരു ടിക്കറ്റ് തരുമ്പം അവർക്ക് ഇപ്പം വൺ ഡേ അവിടെ കുറച്ചുകൂടെ ലേറ്റ് ആയാലും നമുക്ക് ഒരു ഡയറക്റ്റ് ഫ്ലൈറ്റ് തരുന്നത് ഞാൻ അവരോട് റിക്വസ്റ്റ് ചെയ്തതാണ്. കാരണം കുട്ടികളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതൊന്നും മനസ്സിലാക്കാതെയാണ് അവരുടെ സൗകര്യം പോലെ അവരുടെ ഹെഡേക്ക് ഒഴിവാക്കുക എന്നുള്ള രീതിയിൽ നമ്മളെ വിയന്ന എയർപോർട്ടിലോട്ട് തള്ളി. വിയന്ന എയർപോർട്ടിൽ വന്നപ്പം ഇവിടെ ലാംഗ്വേജും പ്രോബ്ലം ഉണ്ട്. കാരണം ഇംഗ്ലീഷ് എല്ലാവർക്കും അറിയത്തില്ല. പ്ലസ് അവർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ അവിടെയാണെങ്കിൽ അബുദാബി ആണെങ്കിൽ എത്തിഹാദാണ്. അപ്പം അവരുടെ ഫ്ലൈറ്റും എവിടെ ചെന്നാലും എത്തിഹാദിൻ്റെ ആൾക്കാരാണ്. ഇവിടെ പറഞ്ഞ ഇവർ ഓസ്ട്രിയൻ എയർലൈൻസിൻ്റെ ആൾക്കാരാണ്. അപ്പോൾ എന്തെങ്കിലും വേണം നിങ്ങൾ നേരിട്ട് എത്തിഹാദ് വിളിക്കണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ ബുദ്ധിമുട്ട് നമുക്ക് മനസ്സിലാക്കല്ലോ. നമ്മൾ വേറെ രാജ്യത്ത് ചെന്നു, നമ്മുടെ ഇൻ്റർനെറ്റൊന്നും ആദ്യം വർക്കിംഗ് അല്ലായിരുന്നു. പിന്നെ UK മൊബൈൽ നമ്മൾ ക്യാപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ലിമിറ്റുണ്ട്. അപ്പം 10 പൗണ്ടെന്നാണ് ലിമിറ്റ്. അത് ഓൾറെഡി ഇന്ത്യയിൽ എന്തോ മെസ്സേജൊക്കെ അയച്ചു അത് ഫുള്ളായി. അതുകാരണം കോളൊന്നും പോകത്തില്ല. അപ്പോൾ നമ്മൾ വിളിക്കാനായിട്ട് പിന്നെ നെറ്റൊക്കെ കണക്ട് ചെയ്ത് ആ ക്യാപ്പ് ആദ്യം മാറ്റണം. അത് കഴിഞ്ഞ് കോളൊക്കെ ചെയ്ത് വലിയ ബുദ്ധിമുട്ടിയാണ് നമ്മൾ 1 മണിക്കൂറോളം അവരോട് സംസാരിച്ചൊക്കെയാണ് കാര്യങ്ങൾ ഡീൽ ചെയ്ത്. അപ്പം ഇതിനുമ്പ് എനിക്കിങ്ങനെ സിറ്റുവേഷൻ ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ നമുക്ക് തോന്നിയത് ഒട്ടും ഹെൽപ്ഫുൾ അല്ലാത്തൊരു സിറ്റുവേഷനാണ്. അതായത് 2 കുട്ടികളെയും കണ്ട് നമ്മൾ വന്നപ്പോൾ നമുക്ക് ശരിക്കും നല്ല ബുദ്ധിമുട്ടുണ്ടായി. അത് ഈ ഒരു സിറ്റുവേഷൻ ഇപ്പോൾ പറയുന്നതിൻ്റെ തൊട്ട് ആർക്കും എത്ര പേർക്ക് ഇത് പറയുമ്പോൾ മനസ്സിലാകുമെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ഇത് ഓരോരുത്തർക്കും അവരവർക്ക് സിറ്റുവേഷൻ വരുമ്പോഴേ ഇതിൻ്റെ ഒരു ശരിക്കുമുള്ള സംഭവം മനസ്സിലാവത്തുള്ളൂ. അപ്പം നമുക്ക് അതെ ബ്രഷ് ചെയ്യാനുള്ള ബ്രഷ് പോലും ഇല്ല. കാരണം നമ്മളിത് എക്സ്പെക്റ്റ് ചെയ്യാത്തതുകൊണ്ട് നമ്മൾ ഓൾറെഡി ലഗേജ് എല്ലാം ചെക്ക് കയറ്റി വിട്ടു. അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന ഡെയിലി അവിടെ നിന്ന് കയറിയിട്ട് ഈവനിങ് ഇവിടെ എത്തും എന്നുള്ള പ്ലാനിൽ എല്ലാ സാധനങ്ങളും ഡ്രസ്സില്ല, ബ്രഷ് ചെയ്യാനൊരു സംഭവമില്ല, ഇതൊന്നും ഇല്ലാതെ നമ്മൾ 17th മോർണിംഗ് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ 4 o'clock ഇറങ്ങിയതാണ്. അപ്പോൾ 18th മോർണിംഗ് 19th മോർണിംഗ് അപ്പോൾ ഒരു മോർ ദാൻ 48 hours നമുക്ക് ഒന്നും ഇല്ലാതിരിക്കുമ്പോൾ ഉള്ളൊരു സിറ്റുവേഷൻ. ആ ഒരു സിറ്റുവേഷൻ വരുന്നവർക്ക് മാത്രമേ അത് മനസ്സിലാവത്തുള്ളൂ. എന്നാലും ഞാൻ പറയുവാണ്. അപ്പം നമ്മൾ ഫ്ലൈറ്റൊക്കെ ബുക്ക് ചെയ്യുമ്പം കെയർഫുള്ള്. ഇപ്പോൾ ഈ ഏജൻസിയുടെ കാര്യം ഇവർ പറഞ്ഞു. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ ഒന്നുകൂടെ അന്വേഷിക്കുക. എനിക്കും അത് കൂടുതൽ മനസ്സിലായിട്ടില്ല. ഇത് പറഞ്ഞാൽ നിങ്ങൾ ഏജൻസി വഴി ബുക്ക് ചെയ്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ വിയന്ന കണക്ഷൻ തന്നതെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഡയറക്റ്റ് ചെയ്യുന്നവർക്ക് എന്താണ് വ്യത്യാസം എന്ന് എനിക്കറിയത്തില്ല. അപ്പം ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ പിന്നെ എനിക്കും ഇനി കൂടുതൽ ഇതിലെന്താ ചെയ്യേണ്ടതെന്നുള്ള അറിയില്ല. ഇപ്പോൾ നമുക്ക് ഒരുപാട് പൈസ നഷ്ടം വന്നു. ഇപ്പോൾ വിയന്നയിലൊക്കെ വന്നിട്ട് അന്നേരം ഒരു ചായ കുടിക്കണം, ഫുഡ് കുടിക്കണം എന്നൊക്കെ പറഞ്ഞാൽ നല്ല റേറ്റാണ്. അപ്പോൾ 5 പേര് ലോഞ്ച് എടുത്തതിന് ഓൾമോസ്റ്റ് ഒരാൾക്ക് 44 euro വെച്ചായി. അപ്പോൾ അതെല്ലാം നല്ല പൈസയാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ ഇതൊക്കെ എങ്ങനെ ക്ലെയിം ചെയ്യാം ഇതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല. അപ്പോൾ ഇതൊക്കെ അറിയാവുന്ന ആൾക്കാരുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളൊന്ന് സജസ്റ്റ് ചെയ്ത് തരിക. അപ്പം ഇതൊക്കെ എല്ലാവരും അറിഞ്ഞിരിക്കണം എന്ന് എനിക്ക് തോന്നി. അപ്പോൾ നമ്മുടെ ആ ഒരു ഫ്രസ്ട്രേഷനും ഒരു ബുദ്ധിമുട്ടും കൊണ്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. എല്ലാവർക്കും ഒരു സഹായം ആകും എന്ന് ഞാൻ വിചാരിക്കുന്നു ഇനി ഇതുപോലൊരു സിറ്റുവേഷൻ വരുന്നവർക്ക്. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം. അപ്പോൾ അതൊക്കെയാണ് നമ്മുടേത്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. ബൈ.